Good morning. Good morning. Gino. Gino. ആളവിടെ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയാ. സുമിത്ര. സുമിത്ര. ഓക്കെ. അപ്പൊ നമ്മള് ഏതായിരുന്നു മോർച്ചറി സർവീസ് പഠിച്ചത് അല്ലേ, പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരു ചെറിയൊരു ഒരു പോർഷനും കൂടി ഉള്ളൂ. ഇത് ഇപ്പോ ഇന്നത്തോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം. അപ്പൊ ലാസ്റ്റ് നമ്മള് ഓട്ടോപ്സി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഓട്ടോപ്സി. ഓട്ടോപ്സി എന്ന് പറഞ്ഞ എന്താ? ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം അല്ലെ. ആൻ എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത്. മരിച്ചതിന് ശേഷം ഈ എന്ത് മരണകാരണം എന്താണെന്ന് കണ്ടെത്താൻ, എന്ത് രോഗം മൂലമാണ് മരിച്ചത്, അതിന്റെ ഡിസീസ് ഒക്കെ ഐഡന്റിഫൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു സർജറിയാണ് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന്റെ മറ്റൊരു പേരാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇസ് ആൻ എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത്. ഇത് ചെയ്യുന്നത്, ഈ ഓട്ടോപ്സി ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ഡോക്ടർ, പത്തോളജിസ്റ്റ് ആണ് ഓട്ടോപ്സി ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആണ് ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഓട്ടോപ്സി എന്താണെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. സർ, എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത് ആണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ജസ്റ്റ് ഓട്ടോപ്സി. ഓട്ടോപ്സി, AUTOPSY, ഓട്ടോപ്സി. ഓട്ടോപ്സി. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൻ എക്സാമിനേഷൻ ഓഫ് ബോഡി, ആൻ എക്സാമിനേഷൻ ഓഫ് എ ബോഡി, ഓട്ടോപ്സി, ആൻ എക്സാമിനേഷൻ ഓഫ് എ ബോഡി ആഫ്റ്റർ ഡെത്ത്. ഡെത്തിന് ശേഷം, മരിച്ചതിന് ശേഷം എന്ത് രോഗം, എന്ത് കാരണമാണ് മരിച്ചത്, ആ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അത് മെഡിക്കൽ ലീഗൽ ആസ്പെക്ട്സിന് എന്ത് മൂലം, അതിന്റെ മരണ കാരണം എന്താണ് എന്നൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി എക്സാമിൻ ചെയ്യുന്നതിനാണ് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ആൻ ഓട്ടോപ്സി, ജസ്റ്റ് ഇതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചോ കേട്ടോ. ആൻ എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത്, ഓട്ടോപ്സി. ഇനി താഴെ എഴുതിക്കേ, ആൻ ഓട്ടോപ്സി, ആൻ ഓട്ടോപ്സി, ആൻ ഓട്ടോപ്സി is a surgical procedure. An autopsy is a surgical procedure. Surgical procedure that consists of CONSISTS, consists of a thorough, THOROUGH, thorough examination of a corpus, CORPS, corpus, മൃതദേഹം, dead body. Consists of a thorough examination of a corpus, CORPS, dead body, by dissection, 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 കീറി മുറിക്കുക. എങ്ങനെയാ എക്സാമിൻ ചെയ്യുന്നത്? ബോഡി കീറി മുറിച്ചിട്ട്, by dissection, to determine
to determine to determine the cause, cause, കാരണം, the cause, mode, mode, the cause, mode and manner of death, manner, manner, manner of death, manner of death, or the exam may be, or the exam may be performed, the exam or the exam may be performed to evaluate, evaluate, evaluate any disease, evaluate any disease or injury, that may be present, for research, that may be present for research or educational purpose, റിസർച്ച് ഒക്കെ നടത്താനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഡിസീസ് എങ്ങനെയാണ്, എന്ത് ഡിസീസ് മൂലമാണ് ആ വ്യക്തി മരിച്ചതെന്നൊക്കെ അറിയാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇഞ്ചുറി, എത്രമാത്രം ഇഞ്ചുറി ഉണ്ടായി, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് മരിച്ചത് എന്നൊക്കെ അറിയാനും അതിന്റെ ഒരു എക്സാമിനേഷൻ നടത്തുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിന്റെ കോസ്, ഡെത്തിന്റെ കാരണം എന്താണ്, മോഡ് എങ്ങനെയാണ്, അതിന്റെ മാനർ എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഡിറ്റർമിൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ബോഡി എന്ത് ചെയ്യുന്നു, എക്സാമിനേഷൻ നടത്തുന്നു, കീറി മുറിച്ച് എക്സാമിനേഷൻ നടത്തുന്ന ആ സർജിക്കൽ പ്രൊസീജിയറിനെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് തന്നോന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആൻ എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത്, ഡെത്തിന് ശേഷം ബോഡി എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോപ്സി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്പസ്. കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം, ഡെഡ് ബോഡിയുടെ സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോപ്സി നടത്തുന്നത്. ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ, രണ്ട് കാര്യങ്ങൾക്കാണ് ചെയ്യുന്നത്. ഫോർ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഓട്ടോപ്സി എന്തിനാ ചെയ്യുന്നത്? ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലിനിക്കൽ, ചികിത്സാപരമായിട്ടുള്ളത്, രോഗം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസ്. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ആസ് വെൽ ആസ് ലീഗൽ, മെഡിക്കലും ലീഗൽ പർപ്പസിന് വേണ്ടി, ആസ്പെക്ട്സ് മെഡിക്കലും ലീഗലും പർപ്പസിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ചികിത്സ സംബന്ധമായിട്ട് രോഗകാരണം എന്തൊക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നുണ്ട്. ഓട്ടോപ്സി രണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. രണ്ട് ടൈപ്പ് ഓട്ടോപ്സിയാണ് ശരിക്കും പറയുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ഓക്കെ, അത് താഴെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണെന്നും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്താണെന്നും താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ഇസ് എ സെൽഫ് സ്റ്റഡി ഓഫ് ഡെഡ് ബോഡി ഓർ കോർപ്പസ്. സെൽഫ് സ്റ്റഡിനാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഈസ് ക്യാരിഡ് ഔട്ട്, എന്തിനു വേണ്ടിയാ? ക്ലിനിക്കൽ ആസ്പെക്ട്സ്, ക്ലിനിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടും ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയ ഫസ്റ്റ് വൺ, ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? ലൂസ്ലി ടേം ആസ് എ പാത്തോളജിക്കൽ ഓട്ടോപ്സി. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? എന്തുകൂടി പറയാം നമുക്ക്? എന്തെന്ന് പറയാം ക്ലിനിക്കൽ ഓട്ടോപ്സിനെ? പാത്തോളജിക്കൽ ഓട്ടോപ്സി.
ഇത് ഈ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ബൈ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ഡോക്ടർ ഈസ് കോൾഡ് പത്തോളജിസ്റ്റ്. പത്തോളജിസ്റ്റ് ആണ് ഓട്ടോപ്സി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പത്തോളജിക്കൽ ഓട്ടോപ്സി എന്നും അറിയപ്പെടുന്നു. ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേം ആസ് എ pathological autopsy is carried out to diagnose the disease. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഡിസീസ്, എന്ത് രോഗം, ആ രോഗ കാരണം എന്ത് മൂലമാണ് ആ ഒരാള് മരിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈസ് ക്യാരിഡ് ഔട്ട് ഡയഗ്നോസ് ദ ഡിസീസ്. ഇവിടെ ഒന്ന് നോട്ട് ചെയ്യണം. ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡാഷ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്? ഈസ് ടു carried out to ഡയഗ്നോസ് ദ ഡിസീസ്. ആ ഡിസീസസ് എന്താണ്, ആ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. which has led to mortality when antemortem effort has been failed. അതായത് മരണത്തിന് മുന്നേ അയാൾക്ക് എന്ത് രോഗമാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ആ മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ, മരണത്തിന് മുന്നേ എന്ത് രോഗം മൂലം മരിച്ചെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിലും മരണത്തിലേക്ക് നയിച്ച ആ രോഗ കാരണം എന്താണെന്ന് കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നു. മരണത്തിന് മുന്നേ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് അങ്ങനെയുള്ള മരണത്തിന് മുന്നേ നമ്മൾ ആ ഡിസീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മരണത്തിലേക്ക് നയിക്കുന്ന രോഗം, ഇപ്പൊ ഈ മരണത്തിന് കാരണമായിട്ടുള്ള രോഗം എന്താണെന്ന് കണ്ടെത്താൻ, ഇപ്പൊ മരിച്ച ശേഷം ആ ഡെഡ് ബോഡി ഒക്കെ നോക്കി അത് ഓട്ടോപ്സി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് രോഗം മൂലമാണ് ആ വ്യക്തി മരിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയുന്നു. മരണത്തിലേക്ക് നയിക്കുന്ന രോഗം കണ്ടുപിടിക്കാൻ ാണ് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ്, ഇതിപ്പോ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വരുന്നത്. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ഡിസീസ്. ആ ഡിസീസിന്റെ, രോഗത്തിന്റെ നേച്ചർ എന്താണ്, ആ രോഗത്തിന്റെ സ്വഭാവം എന്താണ്. വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. ആ ഡെത്തിലേക്ക് നയിക്കുന്ന രോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് കണ്ടെത്താൻ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്നൊക്കെ കണ്ടെത്താൻ. ആ രോഗത്തിന്റെ നേച്ചർ എന്താണ്, മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തിന്റെ നേച്ചർ എന്താണ് എന്നൊക്കെ കണ്ടെത്തുക. പിന്നെ വെൻ ദ ആന്റിമോർട്ടം അറ്റംപ്റ്റ്സ് ഹാവ് ബീൻ ഫെയിൽഡ്. മരണത്തിന് മുന്നേ ഒരു പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നുണ്ടാവില്ല എന്താണ് രോഗം എന്നൊക്കെ. അപ്പം മരണത്തിന് മുന്നുള്ള ആ ശ്രമങ്ങള്, അത് ഡിസീസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി മരണത്തിന് ശേഷമുള്ള ആ എന്ത് രോഗം മൂലമാണ് മരിച്ചത്, അതിന്റെ നേച്ചർ എന്താണ്, ആ രോഗത്തിന്റെ നേച്ചർ എന്താണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. ഒരു പർപ്പസ് ആയിട്ട് വരും. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ ഫസ്റ്റ് പർപ്പസ് ആണ് ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. ഡെത്തിലേക്ക് നയിച്ച ആ രോഗത്തിന്റെ നേച്ചർ എന്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. വെൻ ദ ആന്റിമോർട്ടം അറ്റംപ്റ്റ് ഹാസ് ബീൻ ഫെയിൽഡ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അല്ലെങ്കിൽ ആ മരിച്ചതിന് മുമ്പുള്ള, മരണത്തിന് മുന്നുള്ള ആ രോഗകാരണം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പോലും മരിച്ചതിന് ശേഷം എന്ത് രോഗം മൂലമാണ് ആ വ്യക്തിക്ക് മരണം സംഭവിച്ചത് എന്നൊക്കെ കണ്ടെത്താൻ, ആ ഡിസീസിന്റെ നേച്ചർ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ടു സ്റ്റഡി പത്തോളജി ഓഫ് ദ ഡിസീസ്. രണ്ടാമത്തെ എന്താ, ആ ഡിസീസിന്റെ പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. ടു സ്റ്റഡി ദ പത്തോളജി ഓഫ് ദ ഡിസീസ്. പത്തോളജി എന്ന് പറഞ്ഞാൽ നേച്ചർ, കോസ് ഓഫ് ഡിസീസ് ആണ്, രോഗത്തിന്റെ സ്വഭാവം. ഈ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് കോസ് ഓഫ് ഡിസീസ്, അതാണ് പത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ രോഗത്തിന്റെ നേച്ചർ എന്താണ്, അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. ടു സ്റ്റഡി പത്തോളജി ഓഫ് ദ ഡിസീസ്. ഡിസീസിന്റെ പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. ഡെത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ വെൻ ദ ഡയഗ്നോസിസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രയർ ടു ഡെത്ത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മരണത്തിന് മുന്നേ രോഗനിർണയം സ്ഥാപിക്കപ്പെട്ടപ്പോൾ പോലും മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ ഒരു പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവൻ ദ ഡയഗ്നോസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് പ്രയർ ടു. ഡെത്തിന് മുന്നേ, മരണത്തിന് മുന്നേ രോഗനിർണയം സ്ഥാപിക്കപ്പെട്ടെങ്കിലും മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തിന്റെ പത്തോളജി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്ലിനിക്കൽ ഓട്ടോപ്സി യൂസ് ചെയ്യുന്നു.
ഓക്കെ, അത് രണ്ടെണ്ണ പറഞ്ഞേക്കുന്നത് ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ്. ഓക്കെ, ഒന്ന് നോക്കിയേ, ഓട്ടോപ്സി എന്താണ്, ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ്, അതിന്റെ പർപ്പസ് എന്താണെന്നൊന്ന് വായിച്ചു നോക്കിയേ. റീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ക്ലിനിക്കൽ ഓട്ടോപ്സി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇതാണ് പതോളജിക്കൽ ഓട്ടോപ്സി. ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്തിനു വേണ്ടി ചെയ്യുന്നേ? is carried out എന്തിനു വേണ്ടി ചെയ്യുന്നേ? to diagnose the disease, അല്ലെ? ആ ഡിസീസസ് എന്താണ്, ആ രോഗം എന്താണ്, മരണത്തിലേക്ക് നയിച്ച രോഗ കാരണം, അതിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ പർപ്പസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പർപ്പസ് എന്താ പറഞ്ഞേ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ? Establish the nature of the disease which has led to death. ഡെത്തിലേക്ക് എന്താണ് അതിന്റെ മീനിങ്? ഡെത്തിലേക്ക് നയിച്ച ആ രോഗത്തിന്റെ നേച്ചർ എന്താണെന്ന് കണ്ടെത്താൻ. ഡെത്തിലേക്ക്, ആ മരണത്തിലേക്ക് നയിച്ച ആ ഡിസീസ്, ആ രോഗത്തിന്റെ നേച്ചർ എന്ത് രോഗമാണ്, എന്താണെന്നൊക്കെ അത് മനസ്സിലാക്കാൻ the antemoർട്ടം attempts have been failed. അതായത് ആ എന്താണ്, ഈ മരണത്തിന് മുന്നുള്ള രോഗനിർണയം എന്താണ് സ്ഥാപിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഫെയിൽ ആയി കഴിഞ്ഞപ്പോൾ പോലും മരണത്തിന് മുന്നിലുള്ള ആ രോഗകാരണം എന്താണെന്ന് നമുക്ക് ഫെയിലായി അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മരണത്തിന് ശേഷമുള്ള ആ രോഗം എന്തും രോഗം മൂലമാണ് മരിച്ചത്, അതിന്റെ നേച്ചർ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ക്ലിനിക്കൽ ഓട്ടോപ്സി ഉപയോഗിക്കുന്നു. പിന്നെ രണ്ടാമത്തെ എന്താണ് സെക്കൻഡ് പോയിന്റ്? സെക്കൻഡ് പോയിന്റ് ഏതാ? സെക്കൻഡ് പോയിന്റ് ഏതാ? To study pathology of the disease which has led to death, even when the diagnosis has been established prior to death. മരണത്തിന് മുന്നേ ആ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തപ്പോൾ പോലും മരണത്തിലേക്ക് നയിച്ച ആ ഡിസീസിന്റെ പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട്, ടു സ്റ്റഡി പത്തോളജി ഓഫ് ഡിസീസ് which has leads to death, ഡെത്തിലേക്ക് നയിച്ച ആ ഡിസീസിന്റെ പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു അതിന്റെ നേച്ചർ, ഡിസീസ് മരണത്തിലേക്ക് നയിച്ച ആ ഡിസീസിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മരണത്തിന് മുന്നേ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് മരണത്തിലേക്ക് നയിച്ച ആ ഡിസീസിന്റെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ML ഓട്ടോപ്സി എന്ന് പറയും. അപ്പൊ ML ഓട്ടോപ്സിയുടെ ഫുൾ ഫോം എന്താ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ML autopsy. ML autopsy is executed with the aim of providing answers to the question about identify cause of death, time of death,
സിറ്റുവേഷൻ ഓഫ് ഡെത്ത് എക്സെട്ര. ഇനി ഇവിടെ നോക്കിയേ, മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആസ് വെൽ ആസ് ലീഗൽ ആസ്പെക്ട്സ്. ഇതാണ് മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. മെഡിക്കലായിട്ടും അതുപോലെ ലീഗലായിട്ടും ഇപ്പൊ എന്തെങ്കിലും മർഡർ ഒക്കെ നടക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അവിടെ അതിന്റെ ഡെത്തിന്റെ കാരണം, ആ ഡെത്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ടൈം ഓഫ് ഡെത്ത്, മരിച്ച സമയം, അതിന്റെ സിറ്റുവേഷൻ ഓഫ് ഡെത്തിന്റെ ആ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ക്രൈം ഒക്കെ എന്തെങ്കിലും ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ ഫോറൻസിക്കാർക്കൊക്കെ ആണെങ്കിലും വന്ന് പോലീസിനൊക്കെ വന്ന് അത് എന്താ കൊലപാതകം കൊലപാതകം നടത്തിയ ആളെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ലീഗൽ ആസ്പെക്ട്സിന് മെഡിക്കൽ ആസ് വെൽ ആസ് ലീഗൽ ആസ്പെക്ട്സ് അതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഈസ് എക്സിക്യൂട്ടഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിങ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? is about the identify the cause of death, ഡെത്തിന്റെ കാരണം, ടൈം ഓഫ് ഡെത്ത്. അപ്പൊ നമുക്ക് ആ ഡെഡ് ബോഡി ഒക്കെ നോക്കിക്കഴിഞ്ഞ് അറിയാൻ പറ്റും നമുക്ക് എത്ര സമയമായി മരിച്ചിട്ട് എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ, ഇല്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്താണെങ്കിലും ഈ ക്രൈം ഒക്കെ തെളിയിക്കണത് കണ്ടിട്ടില്ലേ? അപ്പൊ അത് നമുക്ക് ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര ടൈമായി മരിച്ചിട്ട്, ടൈം ഓഫ് ഡെത്ത്, മരിച്ച സമയം എപ്പോഴാണെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്, ആ ഡെത്ത് നടന്ന ആ സിറ്റുവേഷൻ, സാഹചര്യം ഒക്കെ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ആൻസർ പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഓട്ടോപ്സിയാണ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഈസ് ബെനിഫിറ്റിംഗ് ദ ലോ എൻഫോഴ്സിംഗ് ഏജൻസി ടു സെറ്റിൽ ദ ക്രൈം. ഇതാ നോക്കിയേ, കുറ്റകൃത്യം അത് തീർപ്പാക്കുന്ന നിയമപാലക ഏജൻസികൾക്കൊക്കെ, എൻഫോഴ്സിംഗ് ഏജൻസികൾക്കൊക്കെ ഇത് വളരെയധികം ബെനിഫിഷ്യൽ ആണ്, വളരെയധികം പ്രയോജനപ്രദമാണ്. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി വളരെയധികം പ്രയോജനപ്രദമാണ്. ക്ലിനിക്കൽ ഓട്ടോപ്സിയിലെ ഡെത്ത്, ആ ഡിസീസ്, ക്ലിനിക്കൽ ആസ്പെക്ട്സ് ആണ് അവിടെ പറയുന്നത്. ചികിത്സ സംബന്ധമായിട്ട് രോഗം എന്താണെന്നും ആ ഏത് രോഗമാണ്, രോഗത്തിന്റെ നേച്ചർ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിങ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് കുറച്ചും കൂടി എന്താണ്, ഈ കേസുകളൊക്കെ നമ്മള് കൊലപാതകങ്ങളൊക്കെ നടന്ന ഇതിനകത്താണ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ അവിടെ അവർക്ക് ആ കൊലയാളിനെ കണ്ടെത്താനായിട്ട് അതിന് എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ആസ്പെക്ട്സ്, ലീഗൽ ആസ്പെക്ട്സിൽ ചെയ്യുന്നതാണ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ അബൌട്ട് ദ ക്വസ്റ്റ്യൻസ് ടു അബൌട്ട് ഐഡന്റിഫൈ ദ കോസ് ഓഫ് ഡെത്ത്, ഡെത്തിന്റെ കോസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, ടൈം ഐഡന്റിഫൈ ചെയ്യാൻ, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, ഇങ്ങനെയുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ബെനിഫിറ്റിംഗ്, ആർക്കാണ് ബെനിഫിഷ്യൽ ആവുന്നത്? ഈ കേസൊക്കെ തെളിയിക്കാൻ നടക്കുന്ന ഈ ലോ എൻഫോഴ്സിംഗ് ഏജൻസീസിനൊക്കെ അവർക്ക് ആ ക്രൈം ഒക്കെ സെറ്റിൽ ചെയ്യാൻ, ആ കുറ്റകൃത്യം അത് തീർപ്പാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്നു. പോലീസുകാർക്ക്, അല്ലെ, CBI അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഈ മെഡിക്കൽ ഓട്ടോപ്സി വളരെയധികം പ്രയോജനപ്രദമാണ്, ബെനിഫിഷ്യൽ ആണ്. അപ്പൊ അങ്ങനെ ഒരു മർഡർ കേസിലൊക്കെയാണ് ഈ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കുറ്റകൃത്യം, അത് ആരാണ് ചെയ്തത്, എങ്ങനെയാണ് കൊലപാതകം നടന്നത്, അല്ലെങ്കിൽ ആരാണെന്നൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കൊലയാളിനെയൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട്, ആ ക്രൈം സെറ്റിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഇനി നോക്കിയേ, പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ, MI എന്നാണ് അവിടെ കൊടുത്തേക്കണം, അത് എല്ലാം കേട്ടോ. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയുടെ പർപ്പസ് എന്തൊക്കെയാണ്? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ML ഓട്ടോപ്സി, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. അപ്പൊ ഒന്നാമത്തെ പർപ്പസ് എന്താ? ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് കോസ്, കൃത്യമായിട്ടുള്ള കാരണം, അതുപോലെ തന്നെ മാനർ ഓഫ് ഡെത്ത്, രീതി, ആ ഡെത്തിന്റെ രീതി, കൃത്യമായിട്ടുള്ള കാരണം, ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, കണ്ടെത്താൻ വേണ്ടിയിട്ട്. ടു ഫൈൻഡ് ഓഫ് എക്സാക്ട് കോസ്, കൃത്യമായിട്ടുള്ള ഓരോ കോസ് എന്താണ്, അതിന്റെ രീതി, മാനർ ഓഫ് ഡെത്തിന്റെ രീതി, ഡെത്തിന്റെ കാരണം എന്തൊക്കെയാണെന്നൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്, ഐഡന്റിറ്റി, മരിച്ച ആളുടെ ഒരു ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ.
അയാളെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ കിട്ടുമല്ലോ. അദ്ദേഹത്തെ ഐഡന്റിറ്റി ഇപ്പൊ നമ്മള് എത്ര മരിച്ച ഒരു ആള് അയാളുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് എത്രയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അത് അയാളുമായിട്ട് സംബന്ധിച്ച് അയാളുടെ ഒരു ഐഡന്റിറ്റി. നമ്മളിപ്പോ അനാഥ മൃതദേഹങ്ങളൊക്കെ ആണെങ്കിൽ നമ്മള് ഈ എന്താ പറയാ ഡെഡ് ബോഡി നോക്കിയിട്ട് ഇത്ര വെയിറ്റ് ഉണ്ട്, ഇന്ന ഹൈറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ നോക്കി അയാളുടെ ഒരു ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്, മരിച്ച ആളുടെ ഐഡന്റിറ്റി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്. അടുത്ത നോക്കിയേ, ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്, അതായത് ഡെത്ത് മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടെത്താനായിട്ട്. നമ്മൾ പറഞ്ഞല്ലോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓട്ടോപ്സി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയാം അപ്പൊ മരിച്ചിട്ട് 5 മണിക്കൂറായിട്ടുണ്ട്, അല്ലെങ്കിൽ മരിച്ചിട്ട് 8 മണിക്കൂറായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മരിച്ച് ആ മരണം സംഭവിച്ച സമയം കണ്ടെത്താൻ അതൊക്കെ അവർക്ക് കേസ് തെളിയിക്കാനായിട്ട് വളരെയധികം പ്രയോജനപ്രദമാണ് അല്ലെ. ഇപ്പൊ ഇന്നലെയാണ് അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചതാണ്, ഇന്ന് 8 മണിക്കാണ്, ഇന്ന സ്ഥലത്ത് വെച്ചാക്കിയാണെന്ന് അറിഞ്ഞാൽ നമുക്കിപ്പോ പുഴയിൽ മുങ്ങി മരിച്ചതാണ്, അപ്പൊ നമുക്ക് ആ 8 മണിക്കും 9 മണിക്കുള്ളിലാണ് മരണം എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് ആ ഒരു ലൊക്കേഷനൊക്കെ വെച്ചിട്ട് അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടെ വന്നു പോയ ആളുകളെയൊക്കെ നോക്കി ഒക്കെ ആണെങ്കിലും നമുക്ക് അവിടെ ആരാണ് കൊലപാതകി എന്ന് കണ്ടെത്താനൊക്കെ ആയിട്ട് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പൊ നമ്മൾ ആ ടൈം മരണം സംഭവിച്ചിട്ടുള്ള ആ സമയം, മരണം സംഭവിച്ചത് എത്ര സമയമായി എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ടു കളക്ട് ട്രേസ് എവിഡൻസ്. പിന്നെ അടുത്ത എന്നാ, എവിഡൻസ് കളക്ട് ചെയ്യാൻ, തെളിവുകൾ ശേഖരിക്കാൻ. ഓട്ടോപ്സി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറെ തെളിവുകൾ കിട്ടൂല അതിന്, ഇല്ലേ? കിട്ടൂലേ? ചെയ്യുവാണെങ്കിൽ അപ്പൊ അയാളുടെ കൈയൊക്കെ ആണെങ്കിലും ഇപ്പൊ എന്താ പറയാ ആ ഡെഡ് ബോഡിയിൽ ഒക്കെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താ അങ്ങനെ നമുക്ക് പല തെളിവുകൾ ശേഖരിക്കാം. ചിലപ്പോ മരണം സംഭവിക്കും പെട്ടെന്നൊക്കെ ഇങ്ങനെ തലമുടിയിലൊക്കെ പിടിച്ച് ആ കൊലപാതകിയുടെ തലമുടി കയ്യിൽ കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവരുമായിട്ട് ആ കുറ്റകൃത്യം തെളിയിക്കാനായിട്ട് ആവശ്യത്തിനുള്ള എവിഡൻസുകൾ അത് കളക്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോപ്സി ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അവർക്ക്. ഈ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് തന്നെ കുറെ എവിഡൻസ് കിട്ടും. ആ കേസ് മർഡർ ഒക്കെ ആണെങ്കിൽ അത് തെളിയിക്കാനായിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റീ ഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ, പിന്നെ കുറ്റകൃത്യം നടന്ന സ്ഥലം അതും എന്താ പറയാ ഈ ഓട്ടോപ്സി ഒക്കെ നടത്തിയിട്ട് നമുക്കത് അറിയാൻ പറ്റും. എന്താ നമ്മള് ഈ ക്രൈം ഫയല് സിനിമയിലൊക്കെ ആരാ സുരേഷ് ഗോപി ഈ കേസ് തെളിയിക്കുന്നത് എങ്ങനെയാ അത് അവര് എന്താ പറയാ ആ ഒരു ക്രൈം നടന്നിട്ടുള്ള ആ ഒരു സ്ഥലം. അപ്പൊ അതെങ്ങനെ ആ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓട്ടോപ്സി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഡെഡ് ബോഡിയുടെ ഉള്ളിൽ നിന്ന് ഒരു കഷ്ണം പായലിന്റെ ഒരു അംശം കിട്ടും. അപ്പൊ അത് അപ്പൊ മുങ്ങി മരിച്ചതാണ് അതിന്റെ ആ അതൊരു എവിഡൻസ് ആണ്. അതപ്പോ അത് എവിടെ നിന്ന് എടുത്തതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നൊക്കെ അങ്ങനെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ റീ ഓർഗനൈസേഷൻ ഓഫ് ക്രൈം, കുറ്റകൃത്യം നടന്ന ആ സ്ഥലം എന്താണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെ അവർക്കുടെ ഡെഡ് ബോഡിയുടെ ഉള്ളിൽ ഇപ്പൊ മുങ്ങി മരിച്ചതാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ആണെങ്കിൽ അകത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പായൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ബേസ് അവർക്ക് ഒരു നല്ലൊരു എവിഡൻസ് ആണ് അതൊക്കെ കിട്ടാൻ. അപ്പൊ അങ്ങനെ അതിന്റെ സ്ഥലം, കുറ്റകൃത്യം നടന്ന സ്ഥലം അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഓട്ടോപ്സി ചെയ്യും. ക്രൈം ഫയൽ ഇത് ആരും കണ്ടിട്ടില്ലേ ആ സിനിമ? സുരേഷ് ഗോപിയുടെ സിസ്റ്ററിനെ കൊല്ലുന്നേ കണ്ടിട്ടില്ലേ? ക്രൈം ഫയലൊക്കെ സിനിമയൊന്നും കാണാറില്ല? ഇങ്ങനെയുള്ള സിനിമയൊന്നും കാണാൻ ഇഷ്ടമല്ലേ? ആരും കണ്ടിട്ടില്ലേ ആ സിനിമ? പോയ എല്ലാവരും കണ്ടിട്ടില്ലേ? ഓക്കെ, ആരും കണ്ടിട്ടില്ലേ? സിനിമയൊന്നും കാണാറില്ലേ?
ഇങ്ങനെയുള്ള ക്രൈം സിനിമകളൊക്കെ കാണുന്ന ഇഷ്ടല്ലേ? ടീച്ചറെ സുരേഷ് ഗോപിയുടെ സിനിമകൾ കാണാറുണ്ട്. സുരേഷ് ഗോപിയുടെ ആ സിനിമ ഒരു സിസ്റ്ററിനെ കൊന്നിട്ടൊക്കെ അച്ഛനൊക്കെ ആ ഒരു സിനിമയിലൊക്കെ ആ ഒരു കുളത്തിലേക്ക് മുക്കി കുളത്തില് മുങ്ങിയതാ മരിച്ചെന്നൊക്കെ പറഞ്ഞ് പായലൊക്കെ നോക്കിയിട്ടൊക്കെ അങ്ങനെ. അപ്പൊ എന്താ പറയാ, ആ ഡെഡ് ബോഡിയിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും ആ സ്ഥലം എവിടെയാണ്, മരിച്ച സ്ഥലം എവിടെയാണ് എന്നൊക്കെ കുറെയൊക്കെ കാര്യങ്ങള് അവരുടെ ആ ബോഡിയിൽ നിന്ന് തന്നെ എവിഡൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളത്. ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്താ ML ഓട്ടോപ്സി, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഈ മർഡർ കേസുകളിലൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ആ കുറ്റകൃത്യമായിട്ട് മെഡിക്കൽ ലീഗൽ ആസ്പെക്ട്സിനാണ്. അപ്പൊ ആ കുറ്റം തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിന് വേണ്ട എവിഡൻസ് ഒക്കെ കിട്ടുക എന്നുള്ള ഒരു ആസ്പെക്ട്സോട് കൂടി അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ML ഓട്ടോപ്സി. അപ്പൊ അതിന് അതിന്റെ ഡെത്തിന്റെ എക്സാക്ട് കോസ് എന്താണ്, അതിന്റെ രീതി എങ്ങനെയാണ്, എന്താണ് ഇങ്ങനെ മുങ്ങി മരിച്ചതാണോ, മുങ്ങി മരിച്ചതല്ല അങ്ങനെയാണോ, അല്ലെങ്കിൽ എന്താ പല രീതികള് സൂയിസൈഡ് അല്ല മർഡർ നടത്താലോ. അപ്പൊ അതിന്റെ അങ്ങനെ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഐഡന്റിറ്റി, ആ മരിച്ച പേഴ്സന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കാനായിട്ട്, പിന്നെ അത് ടൈം എത്ര സമയമായി മരിച്ചിട്ട് എത്ര സമയമായിന്ന് നമുക്ക് ഓട്ടോപ്സിയിലൂടെ അറിയാൻ പറ്റും. ഇപ്പം ഒരു 5 മണിക്കൂറായിട്ടുണ്ട് മരിച്ചിട്ട്, അല്ലെങ്കിൽ മരണം സംഭവിച്ച് ഇത്ര മണിക്കും ഇടയിലാണ്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് എവിഡൻസുകൾ ട്രേസ് ചെയ്യാൻ വേണ്ടി, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ആ സ്ഥലം, ഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ, ആ ക്രൈം നടന്ന സ്ഥലം എവിടെയാന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് ഈ ML ഓട്ടോപ്സി ഒരു പർപ്പസ് ആണ്, ലക്ഷ്യമാണ്. ഓക്കെ, വായിച്ചു നോക്കിയേ. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി അതിന്റെ പർപ്പസ് എന്താണ് നോക്കട്ടോ. It will not be understanding. It will not be it will not be understanding. നീ അവളുടെ പ്രശ്നങ്ങൾ അവൾ മനസ്സിലാക്കിയോ? അത് പ്രസന്റ് അവൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം. സിംഗുലർ സബ്ജക്റ്റ് ആയിരുന്നു പറയാൻ. Yes or no question. Has she understanding പറയുന്നത് has she കഴിഞ്ഞാൽ പിന്നെ has she understood her problems? അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. Yes എന്നാണെങ്കിൽ yes, she has understood her problem. Yes, she has understood her problem. No എന്നാണെങ്കിൽ she hasn't understood her problem. No, has not എന്ന സാധാരണ എഴുത്ത് ഭാഷയിൽ, സംസാര ഭാഷയിൽ hasn't എന്നാണ് ഉപയോഗിക്കാം. will plus not സംസാര ഭാഷയിൽ want എന്നല്ലേ and plus plus not പർപ്പസ് 5 പറഞ്ഞേക്കുന്നത് കേട്ടോ. 5 നോക്കണം. ML ഓട്ടോപ്സിയുടെ പർപ്പസിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ML ഓട്ടോപ്സി സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇനി നോക്കിയേ, even though the procedure of both the autopsies is the same. പ്രൊസീജിയർ ആ ചെയ്യുന്ന രീതികള് 2 ഓട്ടോപ്സിയുടെയും, ഇപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി ആയിക്കോട്ടെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണെങ്കിലും 2ന്റെയും പ്രൊസീജിയർ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഡിസിമിലർ ഇൻ സം ആസ്പെക്ട്സ്, എന്നാൽ ചില കാര്യങ്ങളിൽ ഡിസിമിലർ ആയിരിക്കും. ചില വശങ്ങളിൽ ചില ആസ്പെക്ട്സ് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. യൂഷ്വലി ദ ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ദ പാത്തോളജിസ്റ്റ്. ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാ നടത്തുന്നത്? ഈസ് പെർഫോംഡ് ബൈ പാത്തോളജിസ്റ്റ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ആൻഡ് ML ഓട്ടോപ്സി ഈസ് ബൈ ദ ഫോറൻസിക് എക്സ്പെർട്ട്. ഫോറൻസിക് വിദഗ്ധരാണ് ML ഓട്ടോപ്സി നടത്തുന്നത്.
ഓക്കെ, അതാണ് ചെറിയൊരു ഡിഫറൻസ് അവിടെ പറഞ്ഞേക്കുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ദ പത്തോളജിസ്റ്റ് ആൻഡ് ML ഓട്ടോപ്സി ഈസ് എ ഫോറൻസിക് എക്സ്പേർട്ട്. ML ഓട്ടോപ്സി നടത്തുന്നത് ഫോറൻസിക് എക്സ്പേർട്ട് ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ എഴുതാം. ഈ പത്തോളജിസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയായിരുന്നോ? പത്തോളജിസ്റ്റ് എഴുതിയതായിരുന്നു നിങ്ങള്? എഴുതിയിരുന്നു. A doctor who specialized in understanding the nature and cause of disease. ഇതാണ് പത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ an expert is applying scientific, technical or medical knowledge to the purpose of law. ഫോറൻസിക് വിദഗ്ധര് ഒക്കെയാണ് ഈ ML ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കണം കേട്ടോ. ഇവിടെ ചോദിക്കും ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ഡാഷ്. ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാ ചെയ്യുന്നത്? പത്തോളജിസ്റ്റ്, ഫോറൻസിക് എക്സ്പേർട്ട്, നേഴ്സ്, അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ടാവും. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോംഡ് ബൈ ദ പത്തോളജിസ്റ്റ്, ML ഓട്ടോപ്സി ബൈ ദ ഫോറൻസിക് എക്സ്പേർട്ട്. ഫോറൻസിക് എക്സ്പേർട്ട് ആണ് ML ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, അത് ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇനി ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക്, ആംബുലൻസ് സർവീസും കൂടി ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങളിപ്പോ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇന്നലെ കണ്ടോ? ബുക്ക് എടുക്ക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇന്നലെ കണ്ടോ? എഴുതാം, ക്വസ്റ്റ്യൻ എഴുതാം. എന്നാണെങ്കിൽ ഇനിയെല്ലാം നമ്മൾ ബിയും ബിക്കുമാണ് ഉപയോഗിക്കുന്നത്. ബി എന്ന സബ്ജക്ട് ഉപയോഗിച്ച് ആൻസർ പറയാം. Yes, we met our friends yesterday. ബുക്ക് എടുത്തില്ലേ? എടുത്തു. ഓക്കെ ഓക്കെ, എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. No, we did or did not meet our friends. A place where ടീച്ചറെ കാണുമോ? a place where ടീച്ചറെ a place where dead bodies are preserved. A place where dead bodies are preserved. A place where dead bodies are preserved. A place where the dead bodies are preserved. ഏതാ? മോർച്ചറി. The place, mortuary, 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 a place where the dead bodies are preserved, mortuary. Next one, the term, TERM, the term mortuary is, the term mortuary is derived from, the term mortuary is derived from the French word dash. The term mortuary is derived from the French word dash. ഏത് ഫ്രഞ്ച് വേർഡ് ചെയ്യുന്ന? മോർച്ചറി അല്ലെങ്കിൽ മോർഗ്. മോർഗ് എന്നായാലും മോർഗ്, MORGU, മോർഗ്. അവിടെ the term morgue is derived from the French word morgue എന്ന് ആയാലും മോർച്ചറി എന്ന് ആയാലും ശരിയാണ് കേട്ടോ. The term mortuary is derived from the French word morgue.
നമ്മൾ പറഞ്ഞു ഇത് പറഞ്ഞപ്പോ ഇതിനകത്ത് മോർഗ് എന്ന് പറയുന്നത് നോർത്തേൺ അമേരിക്കയിൽ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോർത്തേൺ അമേരിക്കയിലെ മോർഗ് എന്ന് പറഞ്ഞ ആ വേർഡിൽ നിന്നാണ്, ഈ ഫ്രഞ്ച് വേർഡ് മോർഗിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തേക്കുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് നമ്മൾ മോർച്ചറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. പിന്നെ നമ്മള് 2 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്. ദ ടേം മോർച്ചറി ഈസ് ഡിറൈവ് ഫ്രം ദ ഡാഷ് വേർഡ്. ഏത് വേർഡിൽ നിന്ന്? ഫ്രഞ്ച് വേർഡ്. അത് എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മോർഗ്? മോർഗിന്റെ മീനിങ് എന്താ? ടു ഹോൾഡ് സീരിയസ്ലി. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കിയില്ലായിരുന്നോ നിങ്ങള്? നോക്കി ടീച്ചർ. To hold seriously. Next one. Next question. A mortuary complex is beneficial to A mortuary complex is beneficial to dash. ആർക്കൊക്കെയാണ് മോർച്ചറി കോംപ്ലക്സ് ബെനിഫിഷ്യൽ ആവുന്നത്? ബെനിഫിഷ്യൽ ടു ഡാഷ്. ഇവിടെ ഓപ്ഷൻസ് ഞാൻ പറയാം. A mortuary complex is beneficial to option A, police. B, doctors. Option B, doctors. Police, doctors. C, medical students. D, all of the above. A mortuary complex is beneficial to ആർക്കൊക്കെയാ? Beneficial to a mortuary complex is beneficial to ആർക്കൊക്കെ beneficial? All of the above. ആൻസർ all of the above ആണ്. ആർക്കൊക്കെയാ? പോലീസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്. മരിച്ച ആ ബോഡിയുടെ അല്ലെങ്കിൽ മരിച്ച ആളുടെ റിലേറ്റീവ്സിനൊക്കെ മോർച്ചറി കോംപ്ലക്സ് ബെനിഫിഷ്യൽ ആണ്. അവിടെ നീഡ് ഫോർ മോർച്ചറി എന്നുള്ളതിൽ ഉണ്ട് കേട്ടോ. മോർച്ചറി കോംപ്ലക്സ് ഈസ് ബെനിഫിഷ്യൽ ടു. ഇവിടെ എല്ലാത്തിനും ഉണ്ട് ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് വൺ, 4th question. Next question. Which of the following is not a function of mortuary? Functions ആണ് കേട്ടോ. Functions of mortuary service. അതിനകത്ത് ഇവിടെ ചോദിച്ചേക്കുന്നത് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? മോർച്ചറി സർവീസിന്റെ ഫങ്ഷൻസ് അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് മോർച്ചറി സർവീസ്? Which of the following is not a function of mortuary service? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഓക്കെ, ആൻസർ എഴുതുക. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ, ടു കീപ് ദ ഡെഡ് ബോഡി. To keep the dead body. To keep the dead body till the relatives claim.
റിലേറ്റീവ്സ് ക്ലെയിം ചെയ്യുന്നത് വരെ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുക. ടു കീപ് ദ ഡെഡ് ബോഡി ടിൽ ദ റിലേറ്റീവ്സ് ക്ലെയിം. Okay. Option B. To receive and store dead body that requires post-mortem examination. Option C. Ensuring, ensuring conditions for good patient care. Option D. To conduct medico-legal post-mortem work. To conduct medico-legal post-mortem work. അപ്പൊ ഇതിനകത്ത് ഏതാ മോർച്ചറി സർവീസിന്റെ ഫങ്ഷൻസിൽ ഉൾപ്പെടാത്തത് ഏതാ? ഏതാണ്? ഓപ്ഷൻ എത്രാമത്തെ ഓപ്ഷനാ? Ensuring condition for good patient care. Next question. ഇത് തന്നിട്ടുണ്ട് എക്സ്പാൻഡ് COPP. ഏതാ COPP യുടെ എക്സ്പാൻഡഡ് ഫോം ഏതാ? എഴുതണ്ട അത്. ഏതാണ് എക്സ്പാൻഡഡ് ഫോം COPP? മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. എക്സ്പാൻഡഡ് ഫോം ഏതാ? COPP. Committee on Plan. Committee on Plan Project. Okay, very good. Committee on Plan Project. COPP. Committee on Plan Project. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ വീണ്ടും പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ പഠിക്കുക. Committee on Plan Project. Okay, next question. Which statement is correct? Which statement is correct regarding to the location of the mortuary service? ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ശരി എന്നാ ചോദിച്ചേക്കണേ. കറക്റ്റ് ഏതാണ്? ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞല്ലോ നമ്മൾ ലൊക്കേഷന്റെ പ്ലാനിങ് പാരാമീറ്റർ ഓഫ് ദ മോർച്ചറിയിലെ ഫസ്റ്റ് ലൊക്കേഷൻ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏതാന്ന് ചോദിച്ചേക്കണേ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എഴുതിക്കോ. ഓപ്ഷൻ എ എഴുതാ. The location should be
The location should be in a obscure place. Location should be in a obscure place. Obscure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വ്യക്തമല്ലാത്ത അവ്യക്തമായ ഒരു സ്ഥലത്തായിരിക്കണം. എല്ലാവരും പെട്ടെന്ന് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വേണ്ട, ഒരു ഇത്തിരി ഒബ്സ്ക്യൂർ ആയിരിക്കുക, അവ്യക്തമായിരിക്കുക. ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോകുന്നൊന്നും വേണ്ട, കുറച്ച് ബാക്കിലേക്കൊക്കെ മാറി അങ്ങനെ ഒരു അവ്യക്തമായ ഒരു സ്ഥലത്തായിരിക്കണം ലൊക്കേഷൻ. Obscure place. Location should be in a obscure place. അടുത്തത് തന്നേക്കണേ. In a separate building. In a separate building. Separate building വേണം. Separate building. In a separate building. Next, option C. Should be. എല്ലാത്തിലും ലൊക്കേഷൻ ഷുഡ് ബി എന്ന് എഴുതണം കേട്ടോ. ഷുഡ് ബി ഈസി ആക്സസ് ഫ്രം വാർഡ്സ്. ഈസി ആക്സസ് ഫ്രം വാർഡ്സ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ഏതാ? All of the above. എല്ലാം ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒബ്സ്ക്യൂർ പ്ലേസ് ആയിരിക്കണം, സെപ്പറേറ്റ് ബിൽഡിംഗ് വേണം, ഈസി ആക്സസ് ഫ്രം വാർഡ്സ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പത്തോളജി ഡിപ്പാർട്ട്മെന്റ്, ഇവിടുന്നൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന വിധത്തിലായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോ എത്രാമത്തെ ക്വസ്റ്റ്യനാ എഴുതുന്നത്? 7th ക്വസ്റ്റ്യൻ ആണോ? 6th one അല്ലേ? Which of the following is not one of the functional areas of mortuary service? Which of the following is not one of the functional areas of mortuary service? Mortuary service in the functional areas നമ്മൾ പഠിച്ചു അല്ലേ? ഫങ്ഷണൽ ഏരിയാസ് എത്രണ്ണം പറഞ്ഞേ? 5-12 പഠിച്ചു. ഇതൊക്കെ ഫങ്ഷണൽ ഏരിയാസ് ആണ്. ഇതിനകത്ത് ഫങ്ഷണൽ ഏരിയ അല്ലാത്തത് ഏതാന്ന് ചോദിച്ചേക്കണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മോർച്ചറി സർവീസ്? ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻ എ, റിസപ്ഷൻ. B, option B, ICU. Option C, doctor's room. Option D, storage chamber. ഇതിനകത്ത് ഫങ്ഷണൽ ഏരിയാസിൽ ഉൾപ്പെടാത്ത ഏതാന്ന് നോക്കിയേ. റിസപ്ഷൻ, ICU, ഡോക്ടേഴ്സ് റൂം, സ്റ്റോറേജ് ചേംബർ. ഫങ്ഷണൽ ഏരിയ അല്ലാത്തത് ഏതാ? മോർച്ചറി സർവീസിന്റെ ഫങ്ഷണൽ ഏരിയാസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നുള്ളൂ. ഫങ്ഷണൽ ഏരിയാസ് നമ്മൾ പറഞ്ഞു, 12 പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വരാത്തത് ഏതാ? ICU. ഓക്കെ, വെരി ഗുഡ്. ICU, റിസപ്ഷൻ, ഡോക്ടേഴ്സ് റൂം, സ്റ്റോറേജ് ചേംബർ, ഇതൊക്കെ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നതാണ്. വരാത്തത്
ICU ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The place where dead bodies are observed. The place where dead bodies are observed and document examined. The place where dead bodies are observed and documents examined. ഏത് പ്ലേസാ ഒബ്സർവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുന്ന പ്ലേസ് ഏതാ? ഈ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നതാണ്. ഏത് പ്ലേസാ? കണ്ടുപിടിക്കേ. ദ പ്ലേസ് വെയർ ദ ഡെഡ് ബോഡീസ് ആർ ഒബ്സർവ്ഡ് ആൻഡ് ഡോക്യുമെന്റ് എക്സാമിൻഡ്. അങ്ങനെ തന്നെ എടുക്കണ്ട്. ഏത് ഫങ്ഷൻ? ആ പറഞ്ഞോ. ഓക്കെ, റിസപ്ഷൻ. Next question. The proper space needed for trolley bay is dash. A trolley bay നോക്കിയേ. The proper space needed for ഓപ്ഷൻസ് വേണോ? 5 meter square, 10 meter square, 15 meter square, 3 meter square. എത്രയാ പ്രോപ്പർ? 3 meter square. 3 meter square. അപ്പൊ ഇന്ന് 8 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാലൻസ് നാളെ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. നാളെ അപ്പൊ ഈ ചാപ്റ്റർ ഒക്കെ ഒന്ന് നോക്കി വെച്ചോ. നാളെ ബാലൻസ് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, നമുക്ക് അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ അടുത്തത് എടുക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് നെക്സ്റ്റ് പുതിയ ആംബുലൻസ് സർവീസ് തുടങ്ങാം കേട്ടോ. നാളെ ഇതൊന്ന് നോക്കാം. ഈ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചിട്ട് വരിക. ബാലൻസ് ക്വസ്റ്റ്യൻസ് ഇന്ന് പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. ബാലൻസ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ.